കേരളം പ്രചാരണ പൂരത്തിന്റെ കുട്ടിക്കലാശത്തിലേക്ക് ഈസ്റ്റർ ദിനമായ നാളെ വൈകുന്നേരം പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങും. ഇതുവരെ ഓടിയെത്താൻ കഴിയാതിരുന്ന ഇടങ്ങളിൽ ഇനിയുള്ള രാപ്പകലുകൾ കൊണ്ട് വോട്ടുറപ്പിക്കാനാണ് സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും ശ്രമം. വേനൽ ചൂടും രാഷ്ട്രീയ ചൂടും മത്സരിച്ച ഒരു മാസമാണ് കടന്നുപോയത്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഭൂരിപക്ഷം വോട്ടർമാരും തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിലും ഓരോ വോട്ടർമാർക്ക് മുന്നിലും എത്തി ഒരിക്കൽ കൂടി പിന്തുണ തേടുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പ്രചാരണപൂരത്തിന്റെ കൂട്ടപ്പൊരിച്ചിലാണ് നാളെ. മണ്ഡലങ്ങളും ജില്ലാ ആസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം. നേതാക്കളും അണികളും ആവേശത്തിലമരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പും കൂടും. പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനും ഇടതു നേതാക്കളും മണ്ഡലങ്ങളിലെ പ്രചരണം ഏതാണ്ട് പൂർത്തിയാക്കി. അമിത്ഷായും പ്രിയങ്ക ഗാന്ധിയും സ്മൃതി ഇറാനിയുമാണ് അവസാന ദിവസങ്ങളിലെ താരങ്ങൾ. രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായി വയനാട് സ്ഥാനാർത്ഥിയായതോടെ കേരളം ദേശീയ ശ്രദ്ധയിലുമെത്തി. ഭൂരിപക്ഷം സർവേകളും UDF മുൻതൂക്കം പ്രവചിക്കുമ്പോൾ സർവേകളുടെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇടതുമുന്നണി. ഇതുവരെ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുന്നേറിയ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശവും സമാധാനപൂർണ്ണമാക്കാൻ പോലീസും ജാഗ്രതയിലാണ്. പ്രചാരണ ക്ലൈമാക്സിന്റെ ഏതാനും മണിക്കൂറുകൾ. നിശബ്ദ പ്രചരണത്തിന്റെ തിങ്കളാഴ്ച. ചൊവ്വാഴ്ച പുലർച്ചെ സംസ്ഥാനത്തെ 2,54,00,000 ജനങ്ങൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജനവിധി എഴുതും. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 8. വോട്ടെടുപ്പിന് കേരളം പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. നാളെ വൈകുന്നേരമാണ് സംസ്ഥാനത്ത് കൊട്ടിക്കലാശം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ആകെ 2,61,51,534 വോട്ടർമാർ. അതിൽ 2,88,191 പേർ ആദ്യമായി ബൂത്തിലെത്തുന്നവർ. 24,970 പോളിംഗ് സ്റ്റേഷനുകൾ. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും, കുറവ് വയനാടുമാണ്. തിരുവനന്തപുരം 3 constituencies where we will require more than 1 ballot unit, അതായത് 2 ballot units. 359 അതീവ പ്രശ്നസാധ്യതാ ബൂത്തുകളും 831 പ്രശ്നസാധ്യതാ ബൂത്തുകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. വയനാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി മാവോയിസ്റ്റ് ഭീഷണി സാധ്യതയുള്ള 219 ബൂത്തുകൾ. ഈ ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ നിരീക്ഷണമുണ്ടാകും. 3621 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സജ്ജീകരണവും ഒരുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡില്ലെങ്കിലും ആധാറടക്കം 11 രേഖകൾ അംഗീകരിക്കും. കോഓപ്പറേറ്റീവ് ബാങ്ക് അക്കൗണ്ടുകളുടെ പാസ്ബുക്ക് ഇത്തവണ തിരിച്ചറിയൽ രേഖയായി കണക്കാക്കില്ല. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, വയനാട് മണ്ഡലങ്ങളിൽ 16 സ്ഥാനാർത്ഥികളിൽ കൂടുതലുള്ളതിനാൽ 2 ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പരിശോധനകളും കർശനമാക്കി. ഇതുവരെ 6.63 കോടി രൂപയും 3 കോടി രൂപയുടെ സ്വർണവും 44 ലക്ഷം രൂപയുടെ മദ്യവും പിടിച്ചെടുത്തിട്ടുണ്ട്. പോളിംഗിന്റെ തലേദിവസമായ 22-ന് വോട്ടിംഗ് യന്ത്രങ്ങൾ അടക്കമുള്ള പോളിംഗ് സാമഗ്രികൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറും. അന്ന് ഉച്ചയ്ക്ക് തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കും. ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉൾപ്പെടെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും ചൊവ്വാഴ്ച വിധിയെഴുതും. ഒഡീഷ നിയമസഭയിലെ 42 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പും 3ാം ഘട്ടത്തിലാണ്. 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് 3ാം ഘട്ടത്തിലാണ്. 116 മണ്ഡലങ്ങൾ. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ചൊവ്വാഴ്ച വിധിയെഴുതും. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ്. UPയിലെ 10ഉം ഛത്തീസ്ഗഡിലെ 7ഉം ഒഡീഷയിലെ 6ഉം പശ്ചിമബംഗാളിലെയും ബീഹാറിലെയും 5 വീതവും അസമിലെ 4 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലെത്തും. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും അന്നേ ദിവസമാണ് വോട്ടെടുപ്പ്. LK അദ്വാനി പ്രതിനിധീകരിച്ചിരുന്ന ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്ന BJP അധ്യക്ഷൻ അമിത്ഷായും വയനാട്ടിൽ ജനവിധി തേടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമാണ് 3ാം ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പ്രചാരണത്തിലുടനീളം ഉണ്ടായിരുന്ന ചൂട് വോട്ടെടുപ്പ് ദിവസം മഴ തണുപ്പിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്ക്. ചൊവ്വാഴ്ച സംസ്ഥാനത്ത് മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മഴ മുന്നിൽ കണ്ടുള്ള മുൻകരുതൽ നടപടികൾ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കടുത്ത ഉഷ്ണത്തിനിടെ കാത്തിരുന്നെത്തിയ വേനൽ മഴ വോട്ടർമാർക്ക് ആശ്വാസമാണ്. പക്ഷേ മുന്നണികൾക്ക് അങ്ങനെയല്ല. പ്രചരണത്തിലുടനീളമുണ്ടായിരുന്ന ആവേശച്ചൂട് തെരഞ്ഞെടുപ്പ് ദിവസം മഴ തണുപ്പിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക.
വോട്ടെടുപ്പ് ദിവസം മഴയുണ്ടാവുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കാസർഗോഡ്, കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിൽ 3 ദിവസം കൂടി മഴ തുടരും. മഴ വോട്ടിംഗ് ശതമാനത്തെ ബാധിച്ചാൽ കണക്കുകൂട്ടലുകൾ കുഴഞ്ഞുമറിയും. അവസാന മണിക്കൂറുകളിലെ പ്രചരണത്തിൽ മഴ പെയ്താലും വോട്ട് ചെയ്യാൻ മടിക്കരുതെന്ന അഭ്യർത്ഥന സ്ഥാനാർത്ഥികളും തുടങ്ങി. ഏത് കാലാവസ്ഥയിലും LDF പ്രവർത്തകര് പോളിംഗ് ബൂത്തിലെത്തും, സമുദായം കൊണ്ടെത്തും. മഴയാണെങ്കിൽ അതിന് മുൻകരുതൽ നടപടികൾ എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. മഴയാണെങ്കിലും വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ അണിയറയിൽ തകൃതിയാണ്. തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാണ്, ആവേശമാണ്. ആ ആവേശത്തിൽ മഴയൊന്നും വീഴുന്ന പ്രശ്നമില്ല. വെയിലിനും അതിജീവിക്കും, മഴയും അതിജീവിക്കും. മഴയുണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടി ആവേശമായി, സന്തോഷമായി, ഈ കൊടുംചൂടുന്ന ഒരു ആശ്വാസമാവും. അപ്പം മഴയുണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പരസ്യപ്രചരണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോ മഴയിൽ നിറം കെടുമോ എന്ന ആശങ്കയുമുണ്ട്. എന്തായാലും നനഞ്ഞിറങ്ങിയാലും ജയിച്ചേ കയറൂ എന്ന വാശിയിലാണ് മുന്നണികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിലെ UDF ക്യാമ്പിനെ ആവേശ കൊടുമുടിയേറ്റി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വൈകാരികമായും BJPയെക്കുറിച്ച് രോഷത്തോടെയും സംസാരിച്ചായിരുന്നു പ്രസംഗങ്ങൾ. വയനാട് മണ്ഡലത്തിലെ 4 കേന്ദ്രങ്ങളിലായിരുന്നു പ്രിയങ്ക പങ്കെടുത്ത യോഗങ്ങൾ. Sisters and brothers of Wayanad, thank you for the love and affection that you are showing me. രാഷ്ട്രീയ നേതാവായ ശേഷം പ്രിയങ്ക കേരളത്തിൽ നടത്തുന്ന ആദ്യ പ്രസംഗമായിരുന്നു ഇത്. കോൺഗ്രസ് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളിൽ തുടങ്ങി BJPയെ കടന്നാക്രമിക്കുന്ന വാക്കുകൾ. In the atmosphere of division, hatred and negativity that pervades our country today, where the greed for political power is so insatiable that it has displaced the needs of the people, the suffering of the people, that the constitution is being destroyed, that democracy is being undermined, and the people's suffering has become secondary to one man's whims and weaknesses. രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രിയങ്ക പെട്ടെന്ന് രാഹുലിന്റെ സഹോദരിയായി. ജനിച്ച അന്നു മുതൽ അറിയുന്ന ആൾക്കുവേണ്ടി വോട്ട് ചോദിക്കുകയാണെന്ന് നിറഞ്ഞ കയ്യടിക്കിടെ അഭ്യർത്ഥന. My friends, I also stand before you today as a sister. I stand here on behalf of a man who I have known from the day I was born. ഫുട്ബോൾ ആരാധകരുടെ നാടായ അരീക്കോടെത്തിയപ്പോൾ പറഞ്ഞത് മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ ഫുട്ബോൾ പ്രേമത്തെക്കുറിച്ച്. In 1982 we were watching the final. I asked her, who are you cheering for? So she said, India is not cheering, so I'll cheer for it. India is not playing, so I'll cheer for Italy today. And I have a huge soccer fan in my family, my son, and also my brother Rahul ji, both are great soccer fans. മാനന്തവാടി, അരീക്കോട്, നിലമ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു പൊതുയോഗങ്ങൾ. പുൽപ്പള്ളിയിൽ കർഷകരുമായും പ്രിയങ്ക സംവദിച്ചു. ന്യൂസ് 18 വയനാട്. പത്തനംതിട്ടയിൽ NDA ക്യാമ്പിനെ ആവേശത്തിലാക്കി അമിത്ഷായുടെ റോഡ് ഷോ. കനത്ത മഴയിലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. മഴ കനത്തതോടെ അമിത്ഷാ പ്രസംഗിക്കാതെ മടങ്ങി. കെ സുരേന്ദ്രന്റെ വിജയം ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമമായി അമിത്ഷാ നേരിട്ടിറങ്ങുകയായിരുന്നു പത്തനംതിട്ടയിൽ. കനത്ത മഴയെ അവഗണിച്ച് സ്ത്രീകളടക്കം ആയിരക്കണക്കിന് പേർ റോഡ് ഷോയുടെ ഭാഗമായി. മഴ കൂടുതൽ ശക്തമായതോടെ പ്രസംഗം റദ്ദാക്കി അമിത്ഷാ ആലപ്പുഴയിലേക്ക് പോയി. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ കൂടാതെ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ജനപക്ഷം നേതാവ് PC ജോർജ് MLA, ക്രിക്കറ്റ് താരം S ശ്രീശാന്ത് തുടങ്ങിയവരും റോഡ് ഷോയിൽ അണിനിരന്നു. ദേശീയ അധ്യക്ഷനെ തന്നെ ഇറക്കി അവസാന മണിക്കൂറുകൾ തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഈ കനത്ത മഴയത്തും BJP നടത്തിയത്. ക്യാമറമാൻ ലിബിൻ കെഒമനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 പത്തനംതിട്ട. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണത്തെ തുടർന്ന് സുപ്രീം കോടതിയിൽ അസാധാരണ രംഗങ്ങൾ. മുൻ കീഴുദ്യോഗസ്ഥ ഉന്നയിച്ച പരാതി വാർത്താ പോർട്ടലുകൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പ്രത്യേക സിറ്റിംഗ് നടത്തി വിശദീകരണം നൽകി. പണം നൽകി വാങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. പിന്നിൽ വലിയൊരു സംഘമുണ്ട്. ഏത് ആക്രമണം വന്നാലും സധൈര്യം ചുമതലകൾ നിറവേറ്റുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അവധി ദിവസമായ ശനിയാഴ്ച അസാധാരണ നടപടികൾക്കാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തുന്നതായി രജിസ്ട്രിയുടെ അറിയിപ്പ് വന്നത് 10 മണിക്ക്. ചീഫ് ജസ്റ്റിസിന്റെ 1-ാം നമ്പർ കോടതി ഇരുന്നത് 10:40 ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവർ. ബെഞ്ചിരുന്ന ഉടനെ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് രഞ്ജൻ ഗൊഗോയ്. മുഴുവൻ ആരോപണങ്ങളും നിഷേധിച്ച് അദ്ദേഹം പറഞ്ഞതിങ്ങനെ: ആരോപണങ്ങൾക്ക് സെക്രട്ടറി ജനറൽ മറുപടി നൽകിയിട്ടുണ്ട്. എല്ലാ ജീവനക്കാരോടും
ആദരവോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ മാത്രമാണ് ഈ ജീവനക്കാരി ഉണ്ടായിരുന്നത്. സ്ത്രീയുടെ അനുചിതമായ പെരുമാറ്റം സെക്രട്ടറി ജനറലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ സ്ത്രീക്കും ഭർത്താവിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. കോടതിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയതിന് ഇവർ അറസ്റ്റിലായിരുന്നു. ആ കേസ് ഇന്ന് ഡൽഹി പട്യാല ഹൗസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ ആരോപണം. അവിശ്വസനീയമായ ആരോപണത്തിന് മറുപടി നൽകി തരം താഴാൻ വയ്യ. ഈ ജീവനക്കാരി ഒറ്റയ്ക്കല്ല, പിന്നിൽ വലിയ സംഘമുണ്ട്. രാജ്യത്തെ ജുഡീഷ്യറി വലിയ ഭീഷണികൾ നേരിടുകയാണ്. എന്തു വന്നാലും സധൈര്യം ചുമതലകൾ പൂർത്തിയാക്കും. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് നീക്കമെന്ന് അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും അറിയിച്ചു. വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് കോടതി മാധ്യമങ്ങളെ വിലക്കിയില്ല. ആരോപണവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ നടപടികൾ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടാത്ത ബെഞ്ചാകും നിശ്ചയിക്കുക. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. പ്രത്യേക സമിതിയെ നിയമിച്ച അന്വേഷണം ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിലെ 22 ജഡ്ജിമാർക്ക് മുൻ ജീവനക്കാരി പരാതി നൽകിയത്. വഴങ്ങാത്തതിന് തനിക്കും കുടുംബത്തിനും പ്രതികാര നടപടികൾ നേരിടേണ്ടി വരുന്നതായാണ് യുവതിയുടെ പരാതിയിലെ ആരോപണം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 10-11 തീയതികളിൽ ഔദ്യോഗിക വസതിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് 35-കാരിയായ മുൻ അസിസ്റ്റന്റിന്റെ പരാതി. ശ്രമം തടഞ്ഞതിന്റെ പ്രതികാരമായി തന്നെ പലതവണ ട്രാൻസ്ഫർ ചെയ്തു. ഒടുവിൽ കൈക്കൂലി കേസിൽ കുടുക്കി. പറയാതെ ലീവെടുത്തതിന്റെ പേരിൽ ഡിസംബർ 21-ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഡൽഹി പോലീസിലുണ്ടായിരുന്ന ഭർത്താവിനെയും ഭർത്തൃ സഹോദരനെയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും പരാതിയിലുണ്ട്. ഇവർ സഹായത്തിനായി RSS നേതാവ് സഞ്ജയ് ജോഷിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെയും സമീപിച്ചതായാണ് വെളിപ്പെടുത്തൽ. അതേസമയം ലൈംഗിക പീഡന പരാതി ഉയർന്നാൽ ആഭ്യന്തര സമിതി അന്വേഷിക്കണമെന്നാണ് സുപ്രീം കോടതി ചട്ടം. കർശന നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിയമവൃത്തങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിലാക്കി. ജുഡീഷ്യറിയിൽ സുതാര്യതയ്ക്കായി വാർത്താസമ്മേളനം നടത്തിയ 4 ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് ഗൊഗോയ്. സമീപകാലത്ത് റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിധി അദ്ദേഹത്തിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നു. ന്യൂസ് 18, ഡൽഹി. ഒളി ക്യാമറ വിവാദത്തിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ കേസെടുക്കും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പോലീസ് മേധാവിക്ക് നൽകിയ നിയമോപദേശത്തെ തുടർന്നാണ് തീരുമാനം. വെള്ളിയാഴ്ചയാണ് MK രാഘവനെതിരെ കേസെടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് മേധാവി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് നിയമോപദേശം തേടിയത്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുക്കാമെന്ന നിയമോപദേശമാണ് DGP മഞ്ചേരി ശ്രീധരൻ നായർ നൽകിയത്. FIR രജിസ്റ്റർ ചെയ്ത ശേഷം ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. എഡിറ്റ് ചെയ്യാത്ത ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ ചാനൽ അധികൃതർ പോലീസിന് കൈമാറിയിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ FIR രജിസ്റ്റർ ചെയ്യണമെന്ന പ്രാഥമിക അന്വേഷണം നടത്തിയ കണ്ണൂർ റേഞ്ച് IG DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതോടെയാണ് DGP ലോക്നാഥ് ബെഹ്റ നിയമോപദേശം തേടാൻ തീരുമാനിച്ചത്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ LDF കൺവീനർ A വിജയരാഘവനെതിരെ കേസെടുക്കേണ്ടെന്ന നിയമോപദേശം. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലാണ് മലപ്പുറം SPക്ക് നിയമോപദേശം നൽകിയത്. കടുത്ത നീതിനിഷേധമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി നിയമോപദേശം തിരുത്തിയെന്നും രമ്യ ആരോപിച്ചു. നിയമപരമായി നേരിടുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിജയരാഘവന്റെ വിവാദ പ്രസംഗത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ലെന്നും കേസെടുക്കേണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ മലപ്പുറം SPക്ക് നൽകിയ നിയമോപദേശം. പ്രസംഗത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് ആക്ഷേപമെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു LDF കൺവീനർ വിജയരാഘവന്റെ വിശദീകരണം. ഇത് അംഗീകരിക്കുന്ന വിധമാണ് നിയമോപദേശം. കടുത്ത നീതിനിഷേധമാണ് ഉണ്ടായതെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് നിയമോപദേശം തിരുത്തിയത്. DGP തൂപ്പുകാരന്റെ നിലവാരത്തിലേക്ക് താഴുന്നുവെന്നും രമ്യ ആരോപിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ട് ആ പോലീസ് മേധാവിക്ക് ലഭിച്ച നിയമോപദേശം തിരുത്തി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അടിയന്തരമായി വിജയരാഘവനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. അവരെടുക്കില്ല എന്നറിയാം. അതുകൊണ്ട് നിയമത്തിന്റെ വഴിയിലൂടെ പോകാൻ രമ്യ ഹരിദാസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പാർട്ടിയും UDFും പൂർണ്ണ പിന്തുണ നൽകും. നിയമോപദേശത്തെക്കുറിച്ച് അറിയില്ലെന്നും എല്ലാം നിയമപരമായി നടക്കട്ടെ എന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കട്ടെ. ഞങ്ങൾക്ക് നിയമം വായിച്ച് അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ വൻ വിവാദമായ വിജയരാഘവന്റെ പ്രസംഗം അവസാന മണിക്കൂറിൽ വീണ്ടും ഉന്നയിക്കാനാണ് UDF തീരുമാനം. ന്യൂസ് 18, പാലക്കാട്. ശബരിമല വിഷയത്തിൽ കേന്ദ്രത്തിന് ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ഓർഡിനൻസ് കൊണ്ടുവരാമെന്ന് പറയുന്നത് അജ്ഞത കാരണമാണ്. ശബരിമലയിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് സംസ്ഥാന സർക്കാരിനാണെന്നും PS ശ്രീധരൻപിള്ള വ്യക്തമാക്കി. ഇത് സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടാണ്.
സെൻട്രൽ പാസ്സാക്കിയ സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടാണ്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിയമപ്രകാരം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കേരള മുഖ്യമന്ത്രിയുടെ പ്രചരണങ്ങളെല്ലാം തെറ്റാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ K. വാസുകി. ഇക്കാര്യം വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയതായി കളക്ടർ അറിയിച്ചു. ശബരിമല കർമ്മസമിതിയുടെ ബോർഡുകൾ മാറ്റിയത് ചട്ടലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം പറഞ്ഞത് കുറ്റകരമെന്ന് തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്ന് PS ശ്രീധരൻപിള്ള ആവർത്തിച്ചു. വസ്ത്രം മാറ്റി പരിശോധന എന്നാൽ ഇൻക്വസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. CR നീലകണ്ഠനെ പദവികളിൽ നിന്നും ആം ആദ്മി പാർട്ടി സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ അനുമതിയില്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനാണ് നടപടി. സംസ്ഥാനത്ത് LDFന് പിന്തുണ നൽകുമെന്നും AAP നേതാവ് സോംനാഥ് ഭാരതി ഡൽഹിയിൽ പറഞ്ഞു. PT തുഫൈലിനെ പുതിയ സംസ്ഥാന കൺവീനറായും പ്രഖ്യാപിച്ചു. To give unconditional support to LDF candidates in Lok Sabha 2019 election. പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്ത വിവരം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് CR നീലകണ്ഠൻ. NDA പരാജയപ്പെടുത്തണമെന്ന സന്ദേശം മാത്രമാണ് നേതൃത്വത്തിൽ നിന്നും ലഭിച്ചത്. അതുകൊണ്ടാണ് UDFന് പിന്തുണ പ്രഖ്യാപിച്ചതെന്നും നീലകണ്ഠൻ പ്രതികരിച്ചു. കാരണം അങ്ങനെ ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ, അല്ലാതെ അതുകൊണ്ടാണ് ഓരോ മുന്നണി വന്നത്. ഇതിപ്പോൾ വളരെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. LDFനെ പിന്തുണയ്ക്കണം എന്ന് പറയുന്നു എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ പ്രശ്നമില്ല. ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. കളമശ്ശേരി പാലക്കാമുകൾ ജുമാ മസ്ജിദിൽ മതാചാരപ്രകാരമായിരുന്നു ഖബറടക്കം. കുട്ടിയുടെ അച്ഛന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം 3 വയസ്സുകാരന്റെ മൃതദേഹം മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. സംസ്കാരം നടക്കുന്നതിന് മുൻപ് റിമാൻഡിൽ കഴിയുന്ന അമ്മയെ മെഡിക്കൽ കോളേജിലെത്തിച്ച് കുട്ടിയെ കാണിച്ചു. കളമശ്ശേരി പാലക്കാമുകൾ പള്ളിയിൽ വെച്ചായിരുന്നു മതാചാരപ്രകാരമുള്ള ഖബറടക്കം. അതേസമയം വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം കുട്ടിയുടെ അച്ഛന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. 3 വയസ്സുകാരനെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ സംഭവം മറച്ചുവെച്ചതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. റിമാൻഡിൽ കഴിയുന്ന ജാർഖണ്ഡ് സ്വദേശിനിയാണോ മരിച്ച കുട്ടിയുടെ യഥാർത്ഥ അമ്മ എന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. DNA പരിശോധനയുടെ ഭാഗമായി കുട്ടിയുടെയും അമ്മയുടെയും രക്തസാമ്പിളുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ബന്ധുക്കളെ കണ്ടെത്താൻ പോലീസ് 2 സംഘങ്ങളായി തിരിഞ്ഞ് ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലും അന്വേഷണം നടത്തും. ന്യൂസ് 18 കൊച്ചി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ഹാർദിക് പാണ്ഡ്യയ്ക്കും KL രാഹുലിനും 20 ലക്ഷം രൂപ വീതം പിഴശിക്ഷ. അന്വേഷണം നടത്തിയ BCCI ഓംബുഡ്സ്മാന്റേതാണ് തീരുമാനം. 10 ലക്ഷം രൂപ ജോലിക്കിടെ മരിച്ച അർദ്ധസൈനികരുടെ കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ കാഴ്ച പരിമിതിയുള്ളവരുടെ ക്രിക്കറ്റ് അസോസിയേഷൻ ഫണ്ടിലേക്കും നൽകാനാണ് നിർദ്ദേശം. 4 ആഴ്ചയ്ക്കകം പിഴയടക്കണം. നേരത്തെ BCCI വിലക്കിനെ തുടർന്ന് ഇരുവർക്കും 5 മത്സരങ്ങളിൽ കളിക്കാനായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇരുവർക്കുമെതിരെ കൂടുതൽ നടപടികൾ ആവശ്യമില്ലെന്നും ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് DK ജെയിൻ വ്യക്തമാക്കി.